എന്താടി എന്താണ് എന്താ പറ നരച്ചിട്ടുണ്ട് കേട്ടോ. ഓ നരെന്താ നീ ഇപ്പൊ കാണുന്നേ ഉള്ളൂ. എന്താ കാര്യം എന്താന്ന് പറ. വെറുതെ കാണാൻ വിളിച്ചതാ നിന്നെ. കാണാനോ? കണ്ടല്ലോ. ശരി. അയ്യോ പോലെ പോലെ എന്താടി എന്താ കാര്യം പറയാന്ന്. കാര്യമാ അങ്ങനെ കാര്യമൊന്നുമില്ല. ഞാനേ മറ്റേ പണ്ട് അശലഭം ചിത്രശലഭം ആ ഡാൻസ് കളിച്ചപ്പോ നീ എന്താടാ പറഞ്ഞത്? ഞാൻ യൂത്ത് ഓസ്ട്രേലിയനെ കളിച്ചപ്പോ നന്നായിട്ടുണ്ട്. എന്നിട്ട് നീ വേറൊരു കാര്യം പറഞ്ഞായിരുന്നു. എന്താ പറഞ്ഞു? എനിക്ക് ഓർമ്മയില്ല. ഓർമ്മ നോക്ക്. എനിക്ക് ഓർമ്മയില്ലടി. അതൊക്കെ ഏത് കാലത്ത് പറഞ്ഞതാണ്. നീ അന്ന് പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്താണ്? നീ വലുതാകുമ്പോ ഭയങ്കര നടിയാവുന്നു. ശരിയാണോടാ? ആ അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യമില്ല. ഒക്കെ നീ ആയിട്ടെന്നെ കോളാക്കി വെച്ചില്ലേ. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെന്താണ്? ചിലപ്പേ അല്ല ചിലപ്പോഴല്ല, ഈ ഞാൻ അഭിനയിച്ചാലോ? നീ ഇപ്പൊ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോ ഇത് കൂടുതൽ അഭിനയിക്കണം. നീ ആ മറ്റേ അമ്മ കാണാറുള്ളൊരു സീരിയലില് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞ കറുത്ത തത്ത, അതിനകത്തൊരു പെണ്ണിനെ കണ്ടിട്ടുണ്ടോ? ആ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പെണ്ണ് മാറുക സീരിയലിനെ. അപ്പൊ അവരിങ്ങനെ കറുത്തൊരു നടീനെ നോക്കണ്ട്. എന്നെ നീ കറുപ്പല്ലോ. അല്ല, ഞാന് കറുത്തതാണല്ലോ. ഞാൻ അഭിനയിച്ചോട്ടെ. തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്നെ അവര് നിർബന്ധിക്കണു. ആര്? സീരിയലിന്റെ ആൾക്കാര്. സീരിയലിന്റെ ആൾക്കാരോ? അവരെങ്ങനെ നിന്നെ നിർബന്ധിക്കണത്? എന്നോട് വന്ന് ചോദിച്ചു. എന്ത് ചോദിച്ചു? അഭിനയിക്കാമോന്ന്. എന്ത്? അഭിനയിക്കാമോന്ന്. അപ്പൊ നീ എന്ത് പറഞ്ഞു? കനകനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. സീരിയലിന്റെ ആൾക്കാർ ഇവിടെ വന്നാ? ഇങ്ങനെ കാണിച്ചാല് വന്നോ ഇല്ലാന്നോ? ഒരാള് വന്നു. എന്താന്ന് പറ. അവരെന്നെ നിർബന്ധിക്കുന്നു. എന്തിന്? സീരിയലിൽ അഭിനയിക്കാനോ? എന്റെ തലക്കൊന്നര തന്നാലുണ്ടോ ഞാൻ? സീരിയലിൽ അഭിനയിക്കാൻ പോവാ അമ്മ സമ്മതിക്കോ? ഞാൻ സമ്മതിക്കോ? സമ്മതിക്കോ? സമ്മതിക്കില്ല. അതെന്താടാ? ആ വേണ്ട. അവ പരിപാടിയെ വേണ്ട ഈ കുടുംബത്തില്. നീ അപ്പൊ സിനിമ ഒക്കെ കാണാൻ പോകാറുണ്ടല്ലോ. സിനിമ കാണാൻ പോണ മാതിരിയാണ് അഭിനയിക്കുന്നത്. നീ അപ്പൊ സിനിമ നടി അവരോട് ഫോട്ടോ എടുക്കാറുണ്ടല്ലോ. നിനക്ക് ഇത് എന്തിന്റെ കുഴപ്പാണ് എന്റെ തങ്കം? ഇനി എല്ലാ പരിപാടിയും തീർത്തിട്ട് സീരിയൽ അഭിനയിക്കാൻ പോവാണ് നീ? നല്ലതാണെങ്കിൽ കൊള്ളൂല. സീരിയല് സിനിമ എന്നുള്ള പരിപാടിയേ ഇവിടെ നടക്കില്ല. എന്താ കുഴപ്പം? അത് വേണ്ടാന്ന്. അത് കുഴപ്പത്തിന്റെ പ്രശ്നമല്ല. അത് വേണ്ട. അത് നമുക്ക് ചേരുന്ന പരിപാടിയല്ല. അത് മനസ്സിലാക്കാദ്യം. കാശ് കിട്ടുന്ന വേറെ എന്തൊക്കെ പരിപാടിയുണ്ട്? അതൊക്കെ നീ പോവാണ്. ആ പിന്നെ ഫോട്ടോ എടുക്കാൻ പോണ്ടേ? എന്തിനാ ഫോട്ടോ എടുക്കണം? ഫോട്ടോ വെറുതെയാ. അവിടെ അവർക്ക് ഇതൊക്കെ അടിക്കാം, പോസ്റ്റർ അടിക്കാനും അതിൽ വീക്കിലിതൊക്കെ കൊടുക്കാനും. ആർക്ക്? അവക്ക്. അവക്കാ? ആ അവളെ സീരിയലിലൂടെ തീരുമാനിച്ച നീ? അവള് നിന്നെ കണ്ട് വന്ന് സംസാരിച്ച് അനുഗ്രഹം മേടിക്കാനല്ലേ വന്നത്. അവള് സീരിയലിൽ അഭിനയിച്ച എന്താ കുഴപ്പം? ഈ കുടുംബത്തിന് ആരും സീരിയലും സിനിമയിലൊന്നും അഭിനയിക്കൂല. അതന്നെ. എടാ ഞാൻ ഒരു കുഴപ്പമില്ലാതെ പോയിട്ട് വരാം. ഇത് അസൂയാണ്, അസൂയ. ഞാൻ നിന്റെ അപ്പോഴേ പറഞ്ഞല്ലേ ഈ മണ്ടക്കോള പറ്റിയതും അനുവാദം അവക്കൊരു നല്ലത് പറഞ്ഞുള്ളത് അസൂയ. മാങ്ങാത്തോലിയ പത്രത്തില് ടിവിയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത നിനക്ക് കാണില്ലേ? അതൊന്നും നീ കണ്ടിട്ടില്ലേ? എന്തോ എടാ ഇതൊക്കെ തട്ടിപ്പുകളാണ്. പത്രത്തിൽ വന്ന വാർത്തയെ കുറിച്ചൊന്നും പറയണ്ട. പത്രത്തിൽ ദിവസം വരണുണ്ട് ഇവിടെ കൈക്കൂലി വാങ്ങിയതിന് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റിൽ നിന്ന്. എന്നിട്ട് നിന്നൊക്കെ പോലുള്ളമാര് വീണ്ടും വാങ്ങണില്ലേ? നീ ഈ മുട്ടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനാണ്? ഇത് നാളെ എന്താണ് സംഭവിക്കുക നമുക്ക് അറിയില്ല. ഇതൊരു ഒരുമാതിരി വേറെ എന്തോ ഒരുമാതിരി വല പിടിച്ച ഫീൽഡാണ് ഇത്. അത് മനസ്സിലാക്കാദ്യം. പിന്നെ നമുക്കിതൊന്നും അറിഞ്ഞുകൂടല്ലോ. കൊച്ചു പിള്ളേരല്ലേ നമ്മൾ. അവർക്ക് ഇച്ചിരി കഴിവുണ്ട്. അതൊന്ന് പുറത്ത് കൊണ്ടുവരാൻ ഇപ്പോഴൊക്കെ ഒരു അവസരം. ഇതിപ്പോ തേടി വന്നതാണ്, അങ്ങോട്ട് പോയതല്ല. എത്രയോ പേര് അവർ ഇന്റർവ്യൂ ചെയ്തിട്ട് അവളെ എടുത്തതാ. നോക്ക്, ഇത് അമ്മ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അമ്മയോട് പറയാതിരുന്നാ പോരെ? അത് ശരി. അപ്പൊ അമ്മയോട് പറയാതെ കള്ളത്തരത്തിൽ പോണെന്ന് അത് ഇവന്റെ ബുദ്ധിയായിരിക്കും. അമ്മയോടൊക്കെ ഇതെന്തിനു പറയണം? അമ്മയൊക്കെ ടി വി വരുമ്പോ ഇരുന്ന് കണ്ട് ഞെട്ടണം, അത് മതി. എന്നാ പോണ്ട. എനിക്ക് നീ പോണത് ഇഷ്ടല്ല. നിന്റെ ഭാര്യനാണെങ്കിൽ നീ വിടൂലായിരുന്നോ? അയ്യോ, എങ്കിൽ എപ്പോഴേ വിടണം, ആരോടും ചോദിക്കണ്ടല്ലോ. എങ്കിൽ എന്റെ അനുവാദം വന്ന് വാങ്ങിക്കാൻ വരുമോ? ഇല്ലല്ലോ. തങ്കം, ഇത് കുത്തഴിഞ്ഞ ഫീൽഡാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ആരാണ് നിന്റെ കൂടെ വരാനുള്ളത്? ഇവനാ?
ഇവൻ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. നീ എന്നെ വിശ്വസിക്കണേ. എന്നാ പിന്നെ ക്ലീറ്റോനെ കൊണ്ടുപോണില്ല, നീയുമായിട്ട് പോവാ. എന്തോന്ന് നീ എന്താന്ന് പറഞ്ഞ? ഞാൻ ലീവ് എടുത്തിട്ടിരിക്കുകയാണ്, അതൊന്നും നടക്കൂല. പാർട്ടിയിൽ ലീവും പറഞ്ഞിട്ട് വന്നിക്കണം. ഞാൻ തന്നെ വരും നിന്റെ കൂടെ. ഞാൻ പൊക്കോട്ടെ. നീ അവൻ്റെ അനുവാദം വാങ്ങിയിട്ട് അഭിനയിക്കുന്നുള്ള നിർബന്ധത്തിലാണാ? ആണാ? എന്നാ എന്തുവാണോ ചെയ്തോ എനിക്കറിയാൻ വയ്യ. എന്തെങ്കിലും പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പിന്നാലെ നടക്കേണ്ടി വരും. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ. അഭിനയിക്കുന്ന പ്രശ്നം ഉണ്ടായി നടക്കുക. നീ ശരിക്കും മനസ്സിൽ പറ. മനസ്സുള്ളവനല്ലേ അത് പറയാൻ പറ്റും. അവൻ അതൊന്നും ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ എപ്പോഴേ സമ്മതിച്ചാണ്. ആ പോയി നോക്ക്, ചിലപ്പോ നന്നാകുമായിരിക്കും. നമുക്ക് അറിഞ്ഞൂടല്ലോ അവസ്ഥ എന്താന്നുള്ളത്. ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടി. എന്താണ്? അമ്മയും ജമന്തി ഇപ്പൊ അറിയണ്ട. പിന്നെ അവൻ സമ്മതിച്ചില്ലെങ്കിൽ നീ വീട്ടിൽ ഇരിക്കുമായിരുന്നു. അടി ഈ ഒരു അവസരം ഇനി എപ്പോൾ കിട്ടുമെന്നാണ്. നീ പോയി ഒരുങ്ങ് ഫോട്ടോ എടുക്കാം. പാപം.